അങ്ങനെ അവസാനം പേളി മാണി മാപ്പ് പറച്ചിലുമായിട്ട് വന്നിട്ടുണ്ട്. കേൾക്കാം നമുക്ക്. നിങ്ങളിൽ കുറേ പേരെ ഞാൻ ഹേർട്ട് ചെയ്തിരിക്കുകയാണ് എൻ്റെ വാക്കുകൾ കൊണ്ടും. എൻ്റെ പോസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ റീസെൻ്റ്ലി ഞാൻ ഇട്ടത് അതെനിക്ക് ക്ലാരിഫൈ ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളാണ്. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഓർമ്മയുണ്ട്. അങ്ങനെ അവസാനം പേളി മാണി മാപ്പ് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും നല്ലതുപോലെ ഫോളോവേഴ്സ് അങ്ങോട്ട് കുറയുന്നുണ്ട്. മില്യൺസ് ഓഫ് ഫോളോവേഴ്സിൽ നിന്നും ലക്ഷങ്ങളിലേക്ക് വരാൻ ഇനി അധികം താമസമില്ല എന്ന് മനസ്സിലാക്കിയ പേളി മാണി മാപ്പ് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. കേൾക്കാം നമുക്ക് മാപ്പ് പറയുന്നത്. എന്തൊക്കെയാ പറയുന്നതെന്ന് കേട്ടു. ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെ ആവശ്യമാണ്. ദാറ്റ് ഇസ് വൈ ഐ എം ഹിയർ. ഐ ഹോപ്പ് യു വിൽ ഫൊർഗിവ് മീ. എൻ്റെ അകത്ത് കുറേ നെഗറ്റീവുകളുണ്ട്. ഞാനൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബെറ്റർ ഹ്യൂമൻ അല്ല, മനുഷ്യനായതുകൊണ്ട് ഉള്ളിൽ കുറെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉള്ള ഒരു അഹങ്കാരിയായ ഒരു മനുഷ്യനായിരുന്നു എന്ന് ഓർമ്മ. ഇത്രയും ഫോളോവേഴ്സ് കുറയേണ്ടി വന്നു നല്ലൊരു മനുഷ്യനല്ല എന്ന് തോന്നാനായിട്ട്, അല്ലേ? Trying to be a better human and I hope you will understand what I am saying. നന്നായിട്ട് മനസ്സിലാക്കി നിങ്ങളെ ആരാണെന്നും നിങ്ങളുടെ സ്വഭാവം എന്താണെന്നും നിങ്ങൾ എങ്ങനെ പെരുമാറും ഒരു അവസരം കിട്ടിയാലെന്ന് നന്നായിട്ട് മനസ്സിലാക്കി. ഇതൊന്നും ഡ്രാമയല്ല എങ്കിൽ കൊള്ളാം. I stand with the best interest of our nation, the best interest of our students and our state. എല്ലാവരും നന്നായി വരണം, എല്ലാവർക്കും നല്ലതേ വരാവൂന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റ് വായിച്ചിട്ട് ആർക്കെങ്കിലും ഇപ്പോഴും ഹേർട്ട് ഉണ്ടെങ്കിൽ ഐ എം സോറി. ഐ എം നോട്ട് സെയിങ് നിങ്ങൾ ഇത് നിർത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം ആ ഒരു മൂഡിൽ പറയാൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആരുമല്ല. ഐ എം നോ ബഡി ടു സേ ദാറ്റ്. അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഐ എം സെയിങ് ജസ്റ്റ് ബി സേഫ്, യുനോ. ബിക്കോസ് ഞാൻ ഈ റീൽസൊക്കെ കണ്ട് എല്ലാവരും അടി വാങ്ങുന്നതും ചോരയും ഇതെല്ലാം കണ്ട് ഞാൻ ആ ഫിയറിൽ നിന്നും ആ പെയിനിൽ നിന്നുമാണ് ഈ ഒരു പോസ്റ്റ് ഞാൻ ഇടുന്നത്. ഓക്കെ, പ്രൊട്ടസ്റ്റ് ചെയ്ത കുട്ടികളെ കുറിച്ച് പേടി കൊണ്ട് അങ്ങ് ആ കുട്ടികൾ അടികൊള്ളുന്നതും ചോരയെ കുളിക്കിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ പറഞ്ഞതാണ്. അപ്പോ നമ്മുടെ സംവിധായകനെ ഒരു തോറ്റ അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സംവിധായകനാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതിനും കൂടെ പറയൂ മറുപടി. അതിനകത്ത് ഞാൻ ഈ പോസ്റ്റ് ഇട്ട ആളെ ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചു. അത് വളരെ വലിയ തെറ്റാണ്. നമ്മൾ ആരെയും അങ്ങനെ വിളിക്കാൻ പാടില്ല ഒരു ഫെയിൽഡ് എന്നോ. നമ്മൾ ആരുമല്ല അങ്ങനെ ഒരാളെ വിളിക്കാൻ. അങ്ങനെയല്ല എൻ്റെ പേരൻസ് എന്നെ വളർത്തിയത്. പേരൻസ് ഒക്കെ വളർത്തിയതിന്റെ ഗുണങ്ങളൊക്കെ കാണുന്നുണ്ടേ. അത് വളരെ വലിയൊരു തെറ്റായി. അദ്ദേഹത്തിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് അങ്ങനെ വിളിച്ചതിന്. ഐ എം സോറി. സത്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും സിബി മലയിൽ സാറിന് അങ്ങനെ പറയില്ല. ബിക്കോസ് ഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് മലയാളം സിനിമ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എപ്പോഴാണോ തോന്നിയത് ബെസ്റ്റ് ഡയറക്ടറാണ് സിബി മലയിൽ സാർ എന്ന്? 2 ദിവസം മുന്നേ പിന്നെ എന്തൊക്കെയായിരുന്നു വിളിച്ചു പറഞ്ഞത്? അപ്പോഴേത് മൂഡിലായിരുന്നു നമ്മുടെ പേളി മാണി ചേച്ചി? കൊള്ളാം. എന്തായാലും ഇപ്പം ആകാശത്ത് നിന്നും താഴേക്ക് ഇറങ്ങിത്തിട്ടുണ്ട്. കാരണം ഫോളോവേഴ്സിന്റെ എണ്ണം കുറയുന്നു. ഇനിയും കുറഞ്ഞാലോ എന്നുള്ള പേടി കൊണ്ട്